അർജുൻ കല്യാൺ, കീച്ചേരി മോഷണം കഴിഞ്ഞ വർഷമായിരുന്നു കണ്ണൂരിലെ തന്നെ കീച്ചേരി എന്ന സ്ഥലത്ത്. അന്ന് അവിടെ ഈ പ്രതിയായ ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ വിരലടയാളവും വളപട്ടണത്ത് ഈ ലോക്കർ തകർക്കുമ്പോൾ പതിഞ്ഞ വിരലടയാളവും അത് ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൃത്യമായ ഒരു സൂചനയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് 26/8/2023 കീച്ചേരിയിലെ ഇതുപോലുള്ള ഒരു വ്യാപാരിയുടെ വീട്ടിലായിരുന്നു അന്ന് മോഷണം നടന്നത്. പക്ഷെ അന്ന് വലിയ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഖ്യ അവിടെ ഉണ്ടായിരുന്നില്ല. 11.5 പവനാണ് ഉണ്ടായിരുന്നത്. 4.5 ലക്ഷം രൂപ വില വരുന്ന രീതിയിലുള്ള ഒരു സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ നിന്ന് മോഷണം പോയത്. പക്ഷേ ആ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് കഴിഞ്ഞിരുന്നില്ല. അതായത് മറ്റ് തെളിവുകളൊന്നും തന്നെ അവിടെ ഇല്ലാത്ത, അതായത് തെളിവുകളുടെ ഒരു അഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ കേസ് തെളിയിക്കപ്പെടാതെ പോയത്. ഒരു വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ വളപട്ടണത്തെ മന്നയിൽ നടന്നിട്ടുള്ള ഈ മോഷണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ തെളിയിക്കപ്പെടാത്ത കേസുകൾ, അതുപോലെ തന്നെ സ്ഥിരം മോഷ്ടാക്കളുടെ മറ്റ് തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. അപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് ഈ കീച്ചേരിയിലുള്ള മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വിരലടയാളവും ഇവിടെ നിന്ന്, അതായത് മണ്ണയിലെ വീട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വിരലടയാളവും തമ്മിൽ സാമ്യം പോലീസിന് ബോധ്യമാവുന്നത്. അങ്ങനെയാണ് ഈ കേസും ആ കേസും തമ്മിൽ ചില സാമ്യങ്ങൾ, ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ ലഭിച്ചു. ലജീഷിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഈ കേസിൽ ലജീഷ് പിടിക്കപ്പെട്ടപ്പോൾ ഈ വിരലടയാളവും സാമ്യമുള്ളത് കൊണ്ട് തന്നെ ലജീഷിനെ കീച്ചേരിയിലെ ഈ പറയുന്ന മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്യേണ്ട ഭാഗമായി ചോദിച്ചു. അപ്പോഴും ആ കാര്യം ലജീഷ് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കീച്ചേരിയിൽ ഒരു വർഷം മുൻപ് മോഷണം നടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ ജോലി ചെയ്ത ആ വീട്ടിൽ തന്നെയാണ് ഒരു വർഷം മുമ്പ് കീച്ചേരിയിൽ ഈ ലജീഷ് മോഷണം നടത്തിയിട്ടുള്ളത്. അതായത് ഒരു സ്ഥലത്തെപ്പറ്റി വ്യക്തമായ രീതിയിലുള്ള ധാരണയുണ്ടാക്കുക, അവിടെ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കീച്ചേരിയിലെ വീടിനെ പറ്റി, അവിടെയുള്ള സ്ഥലങ്ങളെപ്പറ്റി, അതുകൊണ്ടുകൂടിയാണ് ഈ പ്രതിക്ക് ഇത്രയും തെളിവുകളുടെ ഒന്നും വ്യത്യാസമില്ല, അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ലാതെ ഈ മോഷണം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ അന്ന് ഈ പ്രതിയെ, അല്ലെങ്കിൽ ഈ മോഷണം നടത്തിയിട്ടുള്ള ലജീഷിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ഇന്നിപ്പോൾ മറ്റൊരു കേസിലാണെങ്കിലും ലജീഷ് പിടിയിലാവുന്നു. ഒരുപക്ഷെ അന്ന് ഈ കേസിൽ പിടിക്കപ്പെടാത്തതിൻ്റെ ആത്മവിശ്വാസത്തിലായിരിക്കാം കൂടുതൽ കരുത്തോടുകൂടി, അല്ലെങ്കിൽ കൂടുതൽ സംവിധാനങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടി കുറച്ചുകൂടി വലിയ ഒരു മോഷണത്തിന് ലജീഷ് ഇറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള രീതിയിലുള്ള, അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഈ രണ്ട് മോഷണത്തിലും പൊതുവായ ഒരു രീതി അവലംബിച്ചു. ആദ്യം മോഷണം നടത്തിയ സ്ഥലത്ത് നിന്ന് കാര്യമായൊന്നും തടഞ്ഞില്ല. പക്ഷേ ഇവിടെ ഒരു ഖനി തന്നെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ലിജീഷ് ആ ഖനി ലക്ഷ്യമിട്ട് 2 ദിവസം തുടർച്ചയായി, കാരണം മധുരയിൽ പോയ അഷ്റഫ് അടുത്ത ദിവസമേ മടങ്ങി വരുമെന്ന് കൃത്യമായി ലജീഷിന് അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ 2 ദിവസം തുടർച്ചയായി ഒരേ വീട്ടിൽ, സാധാരണഗതിയിൽ കള്ളന്മാർ ഒന്ന് കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ അടുത്ത ദിവസങ്ങളിലൊന്നും കയറുന്ന പതിവില്ല. ആ പതിവും തെറ്റിക്കുന്നത് ലിജീഷിന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കാമെന്ന് കരുതാമല്ലോ. മാത്രമല്ല, ഈ മോഡസ് ഓപ്പറാണ്ടി അന്ന് കീച്ചേരിയിലും ജനലിളക്കിയാണ് വീടിന്റെ അകത്ത് കടന്നത്. ഇവിടെയും ജനലിന്റെ ഗ്രില്ല് ഇളക്കി തന്നെയല്ലേ അകത്തേക്ക് കടന്നത്? അതായത് വീടിൻ്റെ ജനൽ കമ്പി വളരെ തന്ത്രപരമായ രീതിയിൽ തന്നെ ശബ്ദമൊന്നും ഉണ്ടാകും. തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. നമ്മൾ അന്ന് തന്നെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണിച്ചതാണ്. ഈ അഷ്റഫിൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ മറ്റ് വീടുകളുമുണ്ട്. ഈ ലജീഷിൻ്റെ വീടല്ലാതെ തന്നെ മറ്റ് വീടുകളുമുണ്ട്. അപ്പോൾ ശബ്ദമുണ്ടാവാത്ത രീതിയിലുള്ള ഒരു മോഷണ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിൽ പോലും മറ്റൊരു സൂചന സമീപത്തെ വീട്ടുകാർക്ക്, അന്ന് നമ്മളും സമാന്തരമായ രീതിയിൽ തന്നെ അന്വേഷിക്കുമ്പോൾ സമീപത്തെ വീട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ ഒരു ഒച്ചയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ശബ്ദമോ ഒരു കാര്യമോ ഇവിടെ മോഷണം നടക്കുന്നതായിട്ടുള്ള ഒരു സൂചന പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു ശബ്ദവുമില്ലാതെ ഈ കൃത്യമായ രീതിയിൽ ഒരു മോഷണത്തിൻ്റെ ഒരു രീതി പരിശോധിച്ചുകൊണ്ടുകൂടിയാണ് പോലീസ് ഈ പറയുന്ന പ്രതിയിലേക്ക് എത്തിയിട്ടുള്ളത്. കീച്ചേരിയിലും വളപട്ടണം മന്നയിലും നടന്നിട്ടുള്ള ഈ 2 മോഷണ കേസുകളിലും സമാനമായ രീതിയിലുള്ള മോഷണ രീതിയാണ് ഈ പ്രതി അവലംബിച്ചിട്ടുള്ളത്. ഈ കേസിനകത്ത്, അതായത് ഇവിടെ ഈ വളപട്ടണം മന്നയിൽ നടന്ന കേസിനകത്ത് കൃത്യമായ രീതിയിൽ 19-ാം തീയതി അഷ്റഫും കുടുംബവും ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് പ്രതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ ഈ വീട് ഒരുപക്ഷെ കണ്ടുവച്ചിട്ടുണ്ടാവാം. ഈ പറയുന്ന കുടുംബാംഗങ്ങൾ ഇവിടെ നിന്ന് മാറുന്നൊരു തക്കത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്നതായിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അനുമാനത്തിലേക്ക് കൂടി നമുക്ക് എത്താൻ വേണ്ടി കഴിയും. കാരണം കൃത്യമായ രീതിയിൽ CCTVയിൽ ഒന്നും തന്നെ പതിയാതെ, ഇത് ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ യാദൃശ്ചികമായി മാത്രമാണ് ഈ CCTV, അതായത് കേവലം ഒരു 30 സെക്കൻഡ് മാത്രം ഡ്യൂറേഷനുള്ള ഒരു CCTV ഫുട്ടേജ്
ഫുട്ടേജാണ്. ആ ഫുട്ടേജിനകത്തും വളരെ വ്യക്തമായി ഈ പ്രതിയുടെ ചിത്രമോ മുഖമോ ഒന്നും തന്നെ പതിയുന്ന ഒരു സാഹചര്യമില്ല. ഇതാണ് നമ്മളെയൊക്കെ ഒന്ന് സംശയിപ്പിക്കുന്നത്. അതായത് ഈ മോഷണം നടന്ന വീടിന്റെ, അഷ്റഫിന്റെ വീടിന്റെ തൊട്ട് അയൽപ്പക്കത്തുള്ള ഒരു മതിലിനപ്പുറവും ഇപ്പുറവും താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഈ വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിനെ നേരത്തെയും കണ്ടിട്ടുണ്ടാകുമല്ലോ. കണ്ടാൽ ഒരു സാധു മനുഷ്യൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കില്ലേ അവരൊക്കെ കരുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ മോഷണ വിവരം ലിജീഷ് തന്നെയാണ് ഈ മോഷ്ടാവ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ശേഷം അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? അതുകൂടി ചോദിക്കാം അർജുൻ. മോഷണം 20-ാം തീയതിയാണ് നടന്നത്. അന്ന് ഈ അയൽവാസിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുമ്പോൾ താൻ ഒന്നും കണ്ടിട്ടില്ല, തനിക്കൊന്നും അറിയില്ല എന്നൊക്കെയായിരുന്നു മറുപടി. എന്തായാലും ഞായറാഴ്ച രാവിലെ ലിജീഷിനെ കസ്റ്റഡിയിലെടുത്തു. 6 മണിക്ക് കസ്റ്റഡിയിലെടുത്തു. വൈകിട്ട് 6 വരെ ചോദ്യം ചെയ്തു. ആ സമയത്തൊന്നും ലിജീഷ് കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് മോഷണം നടത്തിയത് താനാണ്, ജനൽ തകർത്താണ് അകത്ത് കയറിയത്, 2 ദിവസം പപ്പാതി വീതം ഈ പണവും സ്വർണവും ഒക്കെ എടുത്തു എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അർജുൻ കല്യാൺ കേൾക്കാമെന്ന് കരുതുന്നു.